ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ. എല്ലാവർക്കും വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വർക്കിംഗ് ഹോളിഡേ വിസയെക്കുറിച്ചാണ്. ഇത് ഓസ്ട്രേലിയയിലെ വർക്കിംഗ് ഹോളിഡേ വിസയെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മളതിൻ്റെ പോരായ്മകളെക്കുറിച്ച് കൂടി പറയേണ്ടത് അത്യാവശ്യമല്ലേ. ഈ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ സാധാരണ വിസയ്ക്ക് അവിടെ PR കിട്ടുന്നത് പോലെ കിട്ടില്ല കേട്ടോ. ഈ വിസയ്ക്ക് ജോലി ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് സിറ്റിയിലൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. റിമോട്ടായിട്ടുള്ള ഏരിയാസിൽ, വില്ലേജിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഫാംസിൽ, അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ജോബ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ട്രാവൽ ചെയ്ത് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് നടന്നിട്ട് ആ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജോബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു PR ആവശ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ അവിടെ പോയ ആൾക്കാരൂടെ പറയാണ്, അവിടെ പോയിട്ട് നാട്ടിൽ നല്ലൊരു ജോലി ഉണ്ടായിട്ട് അതൊന്നും റീസൈൻ ചെയ്തിട്ട് ആരും ഇതിനൊന്നും പോകരുത് കേട്ടോ. വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് പോണവർ നാട്ടിലിപ്പോൾ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹമുള്ളവർ മാത്രം പോവുക. നിങ്ങൾക്ക് 1 വർഷം മാത്രമേ അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വിസ പുതുക്കി കിട്ടും. ലക്കുള്ളവർക്ക് നല്ല രീതിയിലുള്ള ജോബ് കിട്ടി നിങ്ങൾക്ക് അവിടെ PR എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ എല്ലാവർക്കും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും ഈ വിസയ്ക്ക് പോയിട്ട് അവിടെ പെട്ടുപോയവരുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലുള്ള ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അവരുടെ വീട്ടിൽ ഒരാൾ സ്റ്റേ ചെയ്യുന്നുണ്ട് ഈ വർക്കിംഗ് ഹോളിഡേ വിസയിൽ. പക്ഷേ അയാൾ ചെറിയ ചെറിയ ജോബ്സൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ആ വർക്കിംഗ് കണ്ടീഷൻ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ വലിയ മോഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് പോകരുത്. നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം. ഇതൊക്കെ വിചാരിച്ചിട്ടേ പോകാവൂ. ഇനി ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് PR എടുക്കാനായിട്ട് സാധിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പോവാം. അല്ലാതെ ഒരു ആവേശത്തിന് ഈ വിസയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടരുത്. ഇപ്പം നല്ലൊരു ജോബ് ചെയ്യുന്നവരാണെങ്കിൽ ആ ജോബൊക്കെ വിട്ടിട്ട് പോവാനായിട്ട് തയ്യാറാവരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക. ഇപ്പോൾ $25 അതിൻ്റെ ഫീസ്. ആ $25 നിങ്ങൾക്ക് ബാലറ്റിൽ കിട്ടിയില്ലെങ്കിൽ പോവുള്ളൂ. പക്ഷേ അതൊരു റിസ്ക്കാണ്. കിട്ടി നല്ല ജോലിയൊക്കെ കളഞ്ഞു പോകുന്നവർക്കൊരു റിസ്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. ഈ റിമോട്ട് ഏരിയാസിലൊക്കെ പോകുമ്പോഴേ അവിടെ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. 100-200 ആളുകളുള്ള സ്ഥലങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കേഴ്സിനെ യൂസ് ചെയ്ത് അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരോട് ശ്രമിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ PR തരിക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് $25 കിട്ടിയാൽ തന്നെ 1000 പേർക്ക് 5000-6000 പേരായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു വരുമാന മാർഗം കൂടിയാണ് അവർക്ക്. അതിൻ്റെ പ്രോസസ്സിങ്ങിന് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം നമ്മളിവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. അങ്ങനെയും കുറച്ച് പണം ഇമിഗ്രേഷൻ്റെ കയ്യിൽ വന്നു ചേരും. ഈ ഓസ്ട്രേലിയയിലെ പോലെ തന്നെ ന്യൂസിലൻഡിലും ഉണ്ട് കേട്ടോ വർക്കിംഗ് ഹോളിഡേ വിസ. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊക്കെ പോയി കുറേ നാളൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇത്തരത്തിലുള്ള വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൽ ബാലറ്റിൽ കിട്ടുകയാണെങ്കിൽ ഹാപ്പി ആയിട്ട് പോയിട്ട് വരിക. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അറിയാണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞ സമയത്ത് ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നാട്ടിൽ ജോലി ഉണ്ടെങ്കിൽ അത് ഒരിക്കലും റീസൈൻ ചെയ്തിട്ട് ഈ വിസയ്ക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. നാട്ടിലിപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് അതിൽ നിന്ന് ഉയർന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം. പിന്നെ മറ്റൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ വിസയിൽ പോകുമ്പോൾ ഫാമിലിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ ചെന്ന് ഈ 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് അവിടെ PR കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ ശരിക്കുള്ള വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള വിസയ്ക്കെല്ലാം പാർട്ട്ണറെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഒരു സ്റ്റഡി വിസ എടുക്കുകയാണ്. 2 ഇയറിലേക്കുള്ള ഒരു സ്റ്റഡി വിസ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ആ സമയത്ത് അത് പഠിക്കാനും അത് പഠിച്ചിട്ട് ആ ലെവലിലുള്ള ജോലി കിട്ടാനും ഉള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക എല്ലാവരും കേട്ടോ. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ആ സ്റ്റഡി വിസ എടുക്കുന്ന രാജ്യത്ത് എത്തിച്ചേരാം. അതിപ്പോൾ ഓസ്ട്രേലിയയിലായാലും ന്യൂസിലൻഡിലായാലും കാനഡയിലായാലും.
പിന്നെ കുറേ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു, അവിടെ എന്തെങ്കിലും ജോലി അവസരമുണ്ടോ, എങ്ങനെയെങ്കിലും ജോലി ഒപ്പിക്കാൻ പറ്റുമെന്നൊക്കെ. ഒരിക്കലും നടക്കില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇമിഗ്രേഷൻ വഴിയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ള ഇപ്പോൾ ദുബായിക്കൊക്കെ പോയിട്ട് വിസിറ്റ് വിസയിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നില്ലേ, അതുപോലെ ഒന്നും ഇവിടെ പറ്റില്ല കേട്ടോ. വിസിറ്റ് വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് പൊക്കോളാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ വെച്ച് തന്നെ നിങ്ങളെ അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വിടും. ഇവിടെ ഇമിഗ്രേഷൻ അറിയാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവണം. ആ ഡിഗ്രിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷനാണുള്ളതെന്ന് വെച്ചാൽ ആ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം. എന്നാലും മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ശരിക്കും ആലോചിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്പോൺസർഷിപ്പ് ഉള്ള ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നവർ ചെറിയ ചെറിയ ജോലികളൊക്കെ പഠിച്ചു വരാനായിട്ട് നോക്കുക. ഇപ്പോൾ +2 പഠിക്കുന്നവരാണെങ്കിൽ അവർ ഡിഗ്രിക്ക് ചേരാനുള്ള സമയമല്ലേ. അപ്പോൾ ആ ഡിഗ്രിക്കൊക്കെ ചേരുന്ന സമയത്ത് അവർ കുറച്ച് വർക്കിനൊക്കെ എന്തിനെങ്കിലുമൊക്കെ പോവുക. ഉദാഹരണമായിട്ട് ഇവിടെ പെയിൻറ്റിങ്, പ്ലംബിങ്, അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്ക്, ഓട്ടോമൊബൈൽ ഷോപ്പിലൊക്കെ എക്സ്പീരിയൻസിനൊക്കെ വേണ്ടി പോകാറില്ലേ ആൺകുട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പോവുക. അതിനൊക്കെ ഇവിടെ നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലാതെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ AI വന്നതോടുകൂടി ഏകദേശം 8000 ആളുകൾക്കാണ് ഇവിടെ ജോലി നഷ്ടപ്പെടാൻ ഇനിയും പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി കുറേ പേർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എങ്കിലും അവസരങ്ങളില്ല എന്നല്ല, ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. ഇന്നലെ പോലും ഒരാളെത്തിയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവസരങ്ങളില്ല എന്നല്ല, നിങ്ങളുടെ ലക്ക് അനുസരിച്ചാണ് അവസരങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആലോചിക്കുക. എന്നിട്ട് അപ്പം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നവർ ഇതുകൊണ്ട് നിരാശരാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തായാലും ഉദ്ദേശിച്ച സ്ഥലത്ത് ജോലി കിട്ടും. നിങ്ങൾക്ക് അതുപോലുള്ള ഒരു സ്വപ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് ജോലി കിട്ടും. അപ്പോൾ വർക്കിംഗ് ഹോളിഡേ വിസയിലേക്ക് പോകുന്നതിന് മുമ്പ് നന്നായിട്ട് അതിൻ്റെ ദോഷവശങ്ങളും അതുപോലെ നല്ല വശങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങളിതിവിടെ ചെയ്യാനായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോബ്സ് എന്ന് പറയുന്നത് ട്രേഡ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞവർ ഡിപ്ലോമ എടുക്കാനായിട്ട് നോക്കുക. അതായത് പോളിടെക്നിക്ക്, അതുപോലെ തന്നെ ITI ഇങ്ങനെയുള്ള ഡിപ്ലോമ എടുക്കുക. എന്നിട്ട് അതിൽ എക്സ്പീരിയൻസ് നേടുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി എടുക്കാമല്ലോ. ഡിഗ്രിക്ക് ചേരുമ്പോൾ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിലേക്ക് ചെന്ന് ചേരാനും സാധിക്കും. അപ്പോൾ അതിനുള്ള ട്രേഡ്സിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പ്ലംബേഴ്സ്, ഫിറ്റേഴ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, ഇവർക്കൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഹൈ സാലറിയും കൂടി ഉണ്ട്. ഒരു ഡോക്ടറുടെ വീട്ടിൽ ജോലിക്ക് ചെന്നപ്പോൾ പ്ലംബറുടെ കാറ് ഡോക്ടറുടെ കാറിനേക്കാളും വളരെ വില പിടിച്ച കാറാണെന്ന് മനസ്സിലായില്ലേ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ഡോക്ടർ തന്നെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, എന്നേക്കാൾ കൂടുതൽ സാലറി ഉള്ള ആളാണ് പ്ലംബർ എന്ന് പറയുന്നത്. പുള്ളി വന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി പുള്ളി പോയി. ആ 1 മണിക്കൂറിന് തന്നെ $150 കൊടുത്തതെന്നാണ് പുള്ളി പറയുന്നത്. ഇനി അത് ഡോക്ടറായതുകൊണ്ട് ഡോക്ടറോട് അത്രയും കൂട്ടി ചോദിച്ചതാണോ എന്ന് അറിയില്ല. നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആളുകളൊന്നും അങ്ങനെ ഇതുപോലുള്ള ആളുകളെയൊക്കെ വിളിക്കാറില്ല. ഒക്കെ സ്വയം ചെയ്യുകയാണ് പതിവ്. ഇപ്പം നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ട് പഠിച്ചു പോരുക കേട്ടോ. ഇവിടുത്തെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സ്കൂളിൽ തന്നെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ട് പഠിപ്പിക്കും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ വരെ പഠിച്ചിട്ടാണ് അവർ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത്. അതായത് 13th ഇയർ വരെ ഉണ്ട് സ്കൂളിൽ. അപ്പോൾ 13ാം ക്ലാസ് വരെ പഠിച്ചു കഴിയുമ്പോൾ ഒരു വീടുണ്ടാക്കാനുള്ള കാര്യങ്ങൾ വരെ അവരിവിടെ പഠിച്ചു കഴിയും. ഒരു കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഏതിലാണോ അക്കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടായിരിക്കും അവരിവിടെ വിടുന്നത്. 4-5 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുക്കിംഗ് പഠിപ്പിച്ചാണ് വിടുന്നത്. ഇവർക്ക് മൊത്തം ഇവിടെ ഓവനിൽ ബേക്ക് ചെയ്യുന്ന സിസ്റ്റമാണല്ലോ. അപ്പോൾ അതെങ്ങനെ ഡോ ഉണ്ടാക്കണം, പൊടി എങ്ങനെയാണ് കുഴക്കേണ്ടത്, അതിലെ കൂട്ടുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഓവൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് സ്കൂളിൽ നിന്ന് തന്നെ വിടുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ മനസ്സിലാക്കാനായിട്ട്. പഠിക്കാൻ വരുന്നവർക്ക് ഏറ്റവും എളുപ്പം നാട്ടിലേക്കാളും ഇവിടെയാണ്. ഇവിടെ എസ്സേകളൊന്നുമില്ല, ഷോർട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്ക് കുറേ നാളുകൾ, ഇപ്പോൾ 1 മാസത്തോളം നിങ്ങൾക്ക് ഹോളിഡേ ആയിരിക്കും.
പിന്നെ അടുത്ത സെം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം, ഇവിടെ പല സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടൊക്കെ നടക്കാം. ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കാനഡ പോലുള്ള വിദേശ രാജ്യങ്ങളിലാണ്. കാരണം നാട്ടിൽ നമ്മൾ എസ് ഒക്കെ ഷോർട്ട് എസ്സേ, ലോങ് എസ്സേ ഒക്കെ എഴുതി നാട്ടിൽ കഷ്ടപ്പെടുന്നത് പോലെ ഇവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ആ ലോങ് എസ്സേ എന്നുള്ള സംഭവമേ ഇല്ല. അതുപോലെ തന്നെ സുവോളജി, ബോട്ടണി എന്നൊക്കെ പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. സയൻസ് അത് മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസിൽ ഉൾപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അതുപോലെ ബാക്കിയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മാത്രമേ ചോദിക്കുകയുള്ളൂ. പിന്നെ മൊത്തം അസൈൻമെൻറ്റ്സ് ആണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടെ പഠിച്ചൊരു കൊച്ചു പറഞ്ഞതാണ്, നാട്ടിൽ പോയിട്ട് PG ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം നാട്ടിൽ PG ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്സേ ചെയ്യണം, കുറേ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യണം, ഒരുപാട് വർക്കുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള വർക്കുകളൊന്നുമില്ല. അപ്പോൾ സ്റ്റഡി വിസ എടുത്ത് പോരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഡിഗ്രി എടുക്കാനായിട്ട് കുറച്ച് കാശും കൂടി മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. കുറച്ച് കാശ് മുടക്കി ഇതുപോലുള്ള രാജ്യങ്ങളിൽ വന്നിട്ട് ഒരു ഡിഗ്രി എടുക്കുക. ഈ ഡിഗ്രി കൊണ്ട് നമ്മുടെ നാട്ടിൽ ചെന്നാലും ജോലി കിട്ടും. അതുമാത്രമല്ല, ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ കോൺവൊക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ രാജ്യങ്ങളിലും അംഗീകരിക്കുന്നതായിരിക്കും. ഇവിടെയും കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഇവിടെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ വെച്ച് ഏത് രാജ്യത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് സ്റ്റഡി വിസ വേണോ, വർക്കിംഗ് ഹോളിഡേ വിസ വേണോ, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഉള്ള വിസ വേണോ എന്നൊക്കെ ചിന്തിക്കുക. ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഇവിടെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക അതിനു വേണ്ടി. അതായത് 100 150 ജോലികളൊക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത്. അതുവരെ ക്ഷമിച്ചിരിക്കുക, ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. എന്നാലേ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. വലിയൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നമ്മളാണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്ക് എന്ത് ജോലി കിട്ടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലാണ്ട് മറ്റുള്ളവരല്ല. അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അവസരങ്ങൾ തേടി ചെന്ന് കണ്ടെത്തണം, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവസരങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ ഓടി വരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. നേരിട്ട് നമ്മൾ ചെന്ന് അതിനെ മീറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ആ അവസരം കിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായ എല്ലാവർക്കും ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഞാൻ പറയുന്നു. കാരണം ഞാൻ അതുപോലെ ചെയ്ത ആളാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിച്ചിട്ട് മാത്രം ഇത്തരം രാജ്യങ്ങളിലേക്ക് വരാനായിട്ട് ഏത് വിസ വേണം എന്ന് തീരുമാനിക്കുക. ഇനിയും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ. മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ see you, bye. ഇതൊരു പാർക്കാണ് കേട്ടോ. ഞാൻ ഇന്നലെ കാണിച്ചതില്ലേ പാർക്കിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ലൈബ്രറിയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്.